അപ്പൊ ഇത് നല്ല മഴയുള്ള ദിവസമാണ്. ഞങ്ങൾ പള്ളിയിൽ പോയി വന്നു. ഗുഡ് മോർണിംഗ് പറഞ്ഞ സ്റ്റീവേ പറയ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. ചേട്ടൻ എന്തിരീ കാണിക്കണേ? എന്തി കൈയൊട്ടി പിടിച്ചു. കൊടയുടെ മുകളിൽ റബ്ബർ ഉണ്ടായിരുന്നു. കൊടയുടെ മുകളിലേ ഒരു റബ്ബറിന്റെ സാധനം ഉണ്ടായിരുന്നില്ലേ? അത് ഊരി പോയിട്ട് ആരും ഒട്ടിക്കാറില്ലല്ലോ. ചേട്ടനാണല്ലോ കൊടയുടെ മുതലാളി. അപ്പൊ കൊട കാണിക്കണ ഗ്ലൂ വെച്ച് ഒട്ടിച്ചാ ചെരിഞ്ഞു പോയി. അത് കിട്ടും പോയി. ശരിയായിട്ടില്ല. ഗ്രേസും കൊള്ളാന്നോളൂ. ഗ്രേസിന്റെ ഒരു അപശബ്ദം മൂളി കേട്ടിട്ടുണ്ട്. അപശബ്ദം എന്റെ കൊച്ചിന്റെ കിളി മീൻസ് അങ്ങനെയല്ല, അങ്ങനെയല്ല. അത് ഉദ്ദേശിച്ച ഒരു ഇത് കൂട്ടി പറഞ്ഞതല്ലേ. അതാണ് കാലിങ്ങനെ വെക്കേ. ആണോ? അത് തന്നെ ഒട്ടിക്കോളും. സൂപ്പർ മഴയുണ്ടോ? നേരത്തെ രാവിലെ വെളുപ്പിന് നല്ല മഴയായിരുന്നു. സൂപ്പർ മഴ വെച്ചാ പള്ളി പോണ നേരത്തൊക്കെ നല്ല അടിപൊളി മഴയായിരുന്നു. ഇപ്പൊ മഴ കുറഞ്ഞു. മോളില് ഗ്രേസ് മഴ നെയ്ല് ഗ്രേസ് വന്നപ്പോ തന്നെ അളിയൻ മുകളിൽ നിൽക്കണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് ഓടി. നേരെ ഗ്രേസിന്റെ അടുത്തേക്ക് പോയിട്ട് വന്നാലോ? ക്ലാസ്സിൽ പോട്ടെ. ചായ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ചായ വെപ്പാണ്. ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് ചായക്കുള്ള പാലടപ്പത്ത് വെച്ചിട്ട് ഡ്രസ്സ് മാറും. ഗ്രീസോ സ്റ്റീവ് മോളിക്ക് വേണ്ടോ ചേട്ടൻ്റെ അടുത്തേക്ക്? രാവിലെ തന്നെ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് യൂണിഫോം ഒക്കെ കാണിച്ച് എല്ലാ ദിവസവും. ഗ്രേസിനുണ്ട് കേട്ടോ. ആദ്യ ദിവസം ബാഗ് കാണിക്കാൻ പോലായിരുന്നു. പിന്നെ എന്റെ ബോക്സോ ഒരു മിനിറ്റ് ഞാൻ പുറം കാണിച്ചാവോ? മഴ പെയ്യുന്നത്, മഴ കാണാത്തവർക്ക് വേണ്ടി. നിങ്ങളൊക്കെ മഴ കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയാം, എങ്കിലും മഴ കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതെ, നല്ല സൂപ്പർ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ നല്ല പെരുമഴയായിരുന്നു. അവിടെയൊക്കെ നിറയെ ചവറുണ്ടോ. അടിച്ചു കളയാൻ സമയം കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ മഴ അങ്ങനെ നിന്നിട്ടില്ല, നിൽക്കാണ്ട് അടിക്കാൻ പറ്റില്ല. പുല്ല് എനിക്ക് ഇപ്രാവശ്യം വെട്ടാനും പറ്റിയില്ല, കാരണം മഴ തുടങ്ങി. ഇവർ വന്നേക്കാമ്പ് വെട്ടേണ്ടതായിരുന്നു. എന്താ ചേച്ചി ഒന്നും മിണ്ടാണ്ട് പോണേ? എന്തൊന്നും മിണ്ടാണ്ട് പോണേ? ജിജ്ഞാസ. നിന്റെ ഡ്രസ്സൊന്നും ആക്കി എടുത്തിട്ടേ ഗ്രേസ്? വീടുവിന്റെ സൂപ്പർ ചെമ്മീൻ മാങ്ങറി ഉണ്ടാവും. അടിപൊളി കറി. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഞങ്ങളുടെ വീഡിയോയ്ക്ക് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. മാക്സിമം കമൻറ്റിനൊക്കെ റിപ്ലൈ തരാനായിട്ട് ഞാൻ ശ്രമിക്കണം. ഞാൻ പല കമൻറ്റുകളും കാണുന്നുണ്ട്, ഇവർ കമൻറ്റിന് റിപ്ലൈ തരില്ല എന്നൊക്കെ. നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്നവർക്കൊക്കെ അറിയായിരിക്കും. നമ്മൾ മാക്സിമം കമൻറ്റൊക്കെ റിപ്ലൈ തരാറുണ്ട്. ഫേസ്ബുക്കിൽ ആക്ച്വലി ഞാനല്ല കൊടുക്കാറ്, ഞാൻ യൂട്യൂബിലാണ് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാറ്. ഫേസ്ബുക്കിൽ നീയല്ല കൊടുക്കാറ്, അതുകൊണ്ടായിരിക്കും സ്ലോ. എല്ലാവരുടെയും ഓടി എത്തണല്ലോ, എന്നാണ് കാര്യം. യൂട്യൂബിൽ ഞാൻ എന്തായാലും മാക്സിമം കമൻറ്റിന് റിപ്ലൈ കൊടുത്ത് പോകുന്നുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും എൻ്റെ റിപ്ലൈ വന്നിരിക്കും. അതാണ് എൻ്റെ പോളിസി. മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കൊക്കെ കിട്ടണ്ടാവുമെന്ന് അറിയാം. കിട്ടണമെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. ചായ റെഡി. ചായക്കാരിയാണ്, പ്രൊഫഷണൽ. ചായ അടിച്ചപ്പോ കണ്ടില്ലായിരുന്നു. ചൂടാറിപ്പോ. ചേട്ടന് മാത്രം ചൂടുള്ളത് മാറ്റി വെച്ചിട്ട് ചേച്ചിക്കൊക്കെ ചൂടാറുന്നത്. പോയി എനിക്ക് ചൂട് വേണ്ട. ചൂടില്ലെങ്കിൽ പോയി. അളിയന് മാത്രം എനിക്ക് ചൂട് വേണം. മിടുവിനും അളിയനും ഞാനൊക്കെ ചൂട്. ഞാൻ ഇപ്പൊ ചായ കുടിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ ചൂട് വേണം. പക്ഷെ ചേച്ചിക്കും അഞ്ജലിക്കും ഗ്രേസിനും സ്റ്റീവിനും അയ്യോ എങ്ങനെയാണോ കുടിക്കണ? അങ്ങനെ ഇവിടെയൊക്കെ ചായ പോയില്ല. തുടങ്ങിയാലോ നമുക്ക്?
തുടയ്ക്കാം. ഞാൻ തന്നെ തുടയ്ക്കാം, ഞാൻ തന്നെ കളയാം. കഴിഞ്ഞ വീഡിയോയിൽ ആരെ കമന്റ് ഇട്ടുണ്ടായിരുന്നു, ഇവിടെ പുതിയ ചെടി വെച്ചുട്ടാ, ഇവിടെ ഉണ്ടായ ചെടി ഉണങ്ങിപ്പോയി വീട് വെള്ളം ഒഴിക്കാത്തന്ന് പറഞ്ഞപ്പോ സണ്ണിക്ക് വെള്ളം ഒഴിച്ചുകൂടെയെന്ന്. സ്വീറ്റി ചേച്ചി. അപ്പോൾ ആക്ച്വലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഞാൻ ചിലത് ഇവളെ ഏൽപ്പിക്കുന്നതാണ്. അതായത് ആക്ച്വലി ഇവൾക്ക് ചെടികളോടും പട്ടികളോടും കിളികളോടും ഒന്നും ഇഷ്ടമില്ല. അപ്പോൾ എനിക്കൊന്ന് തിരിയട്ടെ തിരിയട്ടെ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിൽ ജനിപ്പിച്ചാൽ ചിലപ്പോൾ ഫോളോ ചെയ്യുമായിരിക്കും എന്നൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും കൊണ്ട് കിച്ചണിൽ ഇങ്ങനെ സ്ഥാപിച്ചു കൊടുക്കും. രണ്ടീന് വെള്ളം ഒഴിച്ചോട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഒഴിക്കും, പിന്നെ അവൾ മറന്നു പോകും. അങ്ങനെ ഉണങ്ങി പോകുന്നതാണ്. അല്ലാണ്ട് ഞാൻ അവളെ കുറ്റം പറയുന്നതല്ല. ഞാൻ എൻ്റെ തക്കനെ കുറ്റം പറയോ? തീർച്ചയായും പറയും. അതുകൊണ്ടാ, വേറെ ഒന്നുകൊണ്ടല്ല. അപ്പൊ എന്നോട് ചോദിച്ചു, നീ അപ്പൊ സണ്ണിക്ക് പോയി ഒഴിച്ചുകൂടെയെന്ന്. ബാക്കിയുള്ള ചെടികൾക്കൊക്കെ ഞാനിപ്പോൾ ഗ്രേസിനെ കൊണ്ട് വെള്ളം ഒഴിക്കും. എനിക്കിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിക്കേണ്ടല്ലോ. ഞാൻ ഓരോരുത്തരെ ഇതിങ്ങനെ ഏൽപ്പിച്ച് അവർക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് വളർത്തിയെടുക്കാനുള്ള എൻ്റെ ഒരു സൈക്കോളജിക്കൽ മൂവ് പോലെ ആവാം. പക്ഷെ അവിടെ ഏൽക്കണില്ല, എന്താണോ അറിയില്ല. അല്ല, എനിക്ക് ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നോട് താല്പര്യക്കുറവൊന്നുമില്ല. ചെടി ഓക്കെ, പക്ഷെ ചേട്ടൻ ചെയ്യാണെങ്കിൽ നന്നായിരുന്നു. ഞാൻ ബാക്കി എല്ലാവരും ചെയ്യണ്ടല്ലോ. ഞാനൊന്നും ചെയ്യണില്ല. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ ചായ കൊടുക്കാം. ചേട്ടൻ കൊണ്ടുവന്ന മിഠായി ലെമണത്. രാവിലെ തന്നെ മിഠായും ബിസ്ക്കറ്റും. കളിയൻ രാവിലെ തന്നെ പേപ്പർ മായച്ച് ഇവിടെ മുന്നിലിരിക്കുക, തണുത്ത് വിറച്ച്. മഴ വേണോ നോക്കിയെന്നാ? പറഞ്ഞ മഴ വീണേന്റെ ആ ഒരു ഇത് തൊട്ടടുത്ത് കിട്ടണ്ടല്ലോ. കേക്കല്ലേ നീ? നമ്മുടെ മാമ ഇത്തിക്കണ്ണി 2 സ്റ്റെപ്പായിട്ട്. ഓ, അത് മണി പ്ലാന്റ് ആയിരുന്നു, എന്ത് രസമായിരുന്നു. ഞാൻ താഴെ കൊണ്ട് കുഴിച്ച് നട്ടിട്ട് വെച്ചിട്ടുണ്ട്, വലുതാവണില്ലാവുള്ളൂ. എന്നാണോ ഗ്രേസ് അളിയന് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുക. അളിയന് തലയ്ക്ക് ധൈര്യം കൊടുക്കണില്ല. ഗ്രേസേ ചേട്ടനോടെ മാന്യം വരികയായിരുന്നു, പേപ്പർ വായിക്കുകയായിരുന്നു. അവിടെ പോയിട്ട് മഴേനെ കുറിച്ച് ഭയങ്കര ക്ലാസ് കൊടുത്തോണ്ടിരിക്കുക. പണ്ട് മഴ പെയ്തപ്പോ അങ്ങനെയായിരുന്നു. അവിടെ മരം വീണു, ഇവിടെ മരം വീണു. ചേട്ടനെല്ലാം കൂടി കേട്ടോണ്ടിരിക്കുകയാണോ? ഓ, മഴ കൂടി. സൂപ്പർ മഴ കേട്ടോ, സൂപ്പർ മഴ. സ്റ്റീവിനെ കാണാനില്ലല്ലോ. അടിപൊളി മഴ. കാലവർഷം ശരിക്കും പറഞ്ഞാൽ തുടങ്ങി. വാ, ഇടം കൂതിരോ? ആ, ഒരു കാര്യം മാത്രം എൻ്റെ പെൻഡിങ് ഉണ്ട് ഇപ്പോഴും. കോഴിക്കോടിൻ്റെ സൈഡിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് വലിച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കോടിൻ്റെ ആ തെക്കേ സൈഡിൽ നല്ല കാറ്റ് വീശുന്നുണ്ട്. കാറ്റ് വീശുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കാറ്റടി വരും. എന്റെടാ ഓ ഗുഡ് ബോയ്. എങ്ങനെ പഠിച്ചു കൊച്ചു ചെയ്യാൻ? ഇതാരും പഠിപ്പിച്ചെന്ന്? സ്കൂളിൽ ചെയ്യിപ്പിക്കണ്ട. കൊച്ചിനെ പമ്പരം കറക്കാൻ സ്കൂളിൽ പഠിപ്പിക്കണ്ടേ? മഴ ഇപ്പോഴും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്ടോ. ഇന്നലെ വൈകുന്നേരം തുടങ്ങി മഴ ഇങ്ങനെ കണ്ടിന്യൂ പെയ്യുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് കുറയും, വീണ്ടും പെയ്യും. മോളിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കാണാൻ പറ്റില്ല.
അതായത് നല്ല സൂപ്പർ മഴയാ. ആ ആവട്ടെ ആവട്ടെ. ഇതേ വഴിയിൽ അവിടെ ഒരു വെള്ളക്കെട്ടുണ്ട്. എന്തിട്ട് വെള്ളം ഇങ്ങോട്ട് ഒഴുകി പോകാനായിട്ട് സ്ഥലമില്ല വെള്ളത്തിന്. അപ്പം അതുകൊണ്ട് വെള്ളം ഇങ്ങനെ അവിടെ വന്ന് കൂടും. കുറച്ച് നേരം കഴിയുമ്പോൾ പതുക്കനെ വലിഞ്ഞ് താഴത്തേക്ക് പോവുള്ളൂ. അങ്ങനെയല്ല ഇപ്പൊ ഉദ്ദേശിച്ചത്. വെള്ളപ്പൊക്കം ഉദ്ദേശിച്ചത് വെള്ളം കെട്ടല്ലേ. ആ ഞാനല്ല വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു, ഇവളാണെന്ന് പറഞ്ഞത്. ആ പിന്നെ വെള്ളം ഇങ്ങനെ കിടക്കണ ഞാൻ എന്ത് ചെയ്യണേ? ഒരു വെള്ളപ്പൊക്കം വന്ന് പോയതിൻ്റെ ഇപ്പോഴും തീർന്നിട്ടില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ മുമ്പ് ശരിക്കും ഒന്നാം തീയതി നല്ല മഴയായിരിക്കും സ്കൂളിൽ പോകുമ്പോൾ. അത് മഴ നനഞ്ഞ് കൊടയും കൊണ്ട് പോയത്. ഒരു മഴ നനയണേ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കം, കഴിഞ്ഞ പ്രാവശ്യം അല്ല 2012 വെള്ളപ്പൊക്കം വന്നത് ഓഗസ്റ്റിലായിരുന്നു. വെള്ളപ്പൊക്കത്തിന് കാര്യമല്ല ഓർമ്മ. സ്കൂളിൽ പോകുമ്പോ മഴ നനയണം. സ്കൂളിൽ പോകുമ്പോ ഓക്കെയാണ്. മഴയ്ക്ക് കുശുമുണ്ടെന്താ അറിയോ? ജൂൺ 1 സ്കൂൾ തുടങ്ങുമ്പോ തന്നെ മഴ പെയ്യും. മഴ വേണ്ട ദിവസം മഴ പെയ്യില്ല, മഴ വേണ്ടാത്ത ദിവസം മഴ പെയ്യും. കുശുമ്പോ മഴയാണ്. അപ്പൊ കുശുമ്പുള്ള മഴയാണ് ഇപ്പോൾ പെയ്തോണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അവിടെ കുശുമ്പുള്ള മഴയുണ്ടോ? മഴയ്ക്കാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കുശുമ്പ്. പാവടി, അത് പെയ്ത് പോയിക്കോട്ടെ. അത് പെയ്യുന്നോണ്ടാണ് ഗ്രേസിനെ കൂടി ജീവിക്കാൻ പറ്റണേ, അറിയോ? അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു മഴ പെയ്യുമ്പോ സ്കൂളിൽ കയറാൻ നീ ബസ്സിനല്ലേ പോണം. അപ്പൊക്കെ സ്കൂളിൽ നടന്നു പോയോണ്ടിരുന്നു ഈ മഴയത്ത്. അപ്പോഴോ വെള്ളത്തിൽ പൊട്ടിപ്പോയാൽ ഇത്ര ഫോഴ്സ് ആയോണ്ട് തന്നെ ചെയ്യും. ഗ്രേസിന്റെ ബസ് വരുന്നുണ്ട്. അയ്യോ സ്റ്റീവിനെ വെള്ളത്തിലിറക്കി വിട്ടു. പാവം. അല്ല അവന് സന്തോഷമായിണ്ടാവും. അപ്പൊ അങ്ങനെ ഗ്രേസ് പോയി. ആ രണ്ടുപേരും അവള് നനഞ്ഞാ